ഫെബ്രുവരി 14 സ്നേഹം തുറന്നു പറയാൻ ചില മക്കളൊക്കെ തയ്യാറെടുക്കുന്ന ദിവസമാണേ. എന്നാൽ എല്ലാ മക്കളോടും, എല്ലാ സഹോദരി സഹോദരങ്ങളോടും, പെൺകുട്ടികളോടായാലും ആൺകുട്ടികളായാലും മക്കളെ ആ സ്നേഹം മരിക്കുന്നവരെ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാമെങ്കിൽ മാത്രം നിങ്ങൾ സ്നേഹിക്കുക. വെറുതെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഒരാവേശത്തിൻ്റെ പുറത്തും നിങ്ങൾ സ്നേഹം പറഞ്ഞ് പോവരുത്. കാരണം ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, കുറേ അധികം ആത്മഹത്യകളുണ്ട്. ചില സത്യസന്ധമായ സ്നേഹമാണെന്നുണ്ടെങ്കിൽ അത് വീട്ടുകാർ നടത്തും, വീട്ടുകാരുടെ ഇഷ്ടത്തോടെ ഞങ്ങൾ കല്യാണം കഴിക്കൂ എന്നൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ വീട്ടുകാരുടെയും കൂടെ ഇഷ്ടം നോക്കി വേണം മുൻപോട്ട് പോകാൻ. അതല്ല നിങ്ങൾ സ്നേഹിച്ചിട്ട് ഇടയ്ക്ക് വെച്ച് വീട്ടുകാർക്ക് താല്പര്യമില്ലാത്ത കാരണത്താൽ ഞങ്ങളത് സ്നേഹം മാറ്റി വെച്ചുകൊണ്ട് വീട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വേറെ കല്യാണം കഴിച്ചെന്നിരിക്കട്ടെ. വേറെ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് കുട്ടികളുമൊക്കെ ആയതിനു ശേഷം നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ സ്നേഹത്തിൻ്റെ എവിടെയെങ്കിലും ഒരു തരി ഉണ്ടെങ്കിൽ നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് പറയും, എനിക്ക് സ്നേഹിച്ച പെണ്ണിൻ്റെ കൂടെ പോകണം, അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ കാണണം എന്നൊക്കെ പറയുമ്പോൾ ആ ഭാര്യയുടെ ഒരു മാനസികാവസ്ഥ, ഈ ഭർത്താവ് ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഭാര്യയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവൾ മക്കളോട് എന്താ പറയുക? അതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ സമ്മതിക്കുന്ന പ്രണയത്തിലേ നിങ്ങൾ പോകാൻ പാടുള്ളൂ. ആ വേറൊരു കുഞ്ഞിൻ്റെ ജീവിതം നശിപ്പിക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ ചങ്കൂറ്റം കാണിക്കണം, സ്നേഹിച്ച പെണ്ണിനെ തന്നെ കെട്ടണം. വീട്ടുകാർക്ക് ഇഷ്ടം ഇല്ലെങ്കിലും അങ്ങനെ ചങ്കൂറ്റം കാണിക്കണം. അല്ലാതെ വേറൊരു പെൺകൊച്ചിൻ്റെ ജീവിതം നശിപ്പിച്ച് കുറച്ച് നാൾ അവളോട് സൂചിച്ച് ജീവിച്ചിട്ട് വേറുള്ള കെട്ടിയ പെണ്ണിനെ തിരക്കി പോണത് ചങ്കൂറ്റം അല്ലത്. അങ്ങനെയുള്ളവന്മാർ കല്യാണം കഴിക്കരുത്. വെച്ച് രണ്ടുപേർക്ക് പിരിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിരിയണം. അല്ലാതെ ഇപ്പോൾ ഒരാൾ സ്നേഹം വീട്ടുകാർ താമസിക്കാതെ കല്യാണം കഴിക്കാൻ പറ്റാതെ വരുമ്പം ഒരാൾ ആത്മഹത്യ ചെയ്യുന്ന, അത് സഹിക്കാൻ വയ്യാതെ മറ്റൊരാളും ആത്മഹത്യ ചെയ്യുന്ന, അങ്ങനെയൊന്നും വരരുത് മക്കളെ. അതുകൊണ്ട് നിങ്ങൾ യോജിച്ചതായിട്ടുള്ള, നിങ്ങൾക്ക് പറ്റുമോ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം സ്നേഹിക്കുക. എന്നിട്ട് ആൺകുട്ടിക്കാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും നല്ല സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇത് ഇടയ്ക്ക് മുൻപോട്ട് പോകാൻ പറ്റാത്തതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാളെ ഒരു കുട്ടിയോടും സ്നേഹം തുറന്ന് പറയരുത്. ആരെയും വിഷമിപ്പിക്കരുത് മക്കളെ. സന്തോഷമായി ജീവിതം മുൻപോട്ട് പോകുന്ന രീതിക്ക് വേണം നിങ്ങളുടെ സ്നേഹം പറയാൻ.